ഞാൻ പറഞ്ഞു വരുന്നത് ഈ റിബലായിട്ട് നിന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാർ, റിബലിന് വേണ്ടിയിട്ട് നിന്ന്, അതായത് ഡെമ്മി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എത്രയോ പേര് സ്ഥാനമാനങ്ങളുള്ള സ്ഥാനത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്കട്ടെ, എനിക്ക് തന്നില്ലേ എനിക്ക് വിഷമമില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഞാൻ ആരും അല്ലാത്ത രീതിയിലാണ്. ഞാൻ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു. പക്ഷെ എന്നെ ഒന്നിനും വിളിക്കാറില്ല, പരിഗണിക്കാറില്ല, ഒരു കാര്യവും പറയാറില്ല. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്കെപ്പോഴും ജനത്തിൻ്റെ സഹകരണം ഉള്ളതുകൊണ്ട് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ മുൻപന്തിയിൽ അങ്ങനെ പോയി. എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന കഴിഞ്ഞ 37 വർഷമായിട്ട് എറണാകുളത്തെ ഒരു കൗൺസിലായിട്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 32 വർഷം എറണാകുളം ജില്ലയിലെ എറണാകുളം കോർപ്പറേഷനിൽ കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ച ശ്യാമള എസ് പ്രഭുവാണ് എൻ്റെ കൂടെ ഉള്ളത്. കേരളത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്ന് പറയാം BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്ന കേരളത്തിലെ ആദ്യ വനിതയാണ്, കൗൺസിലറായിട്ട് ജയിച്ചു വന്ന ആദ്യ വനിതയാണ് ശ്യാമള എസ് പ്രഭു. ഇപ്പോൾ ഈ ശ്യാമള എസ് പ്രഭു പ്രവർത്തകരുമെല്ലാം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ കൗൺസിലിൽ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രീ ശ്യാമള എസ് പ്രഭുവിനോട് ചോദിക്കാം. എന്താണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നുണ്ടോ? ഞാൻ ഈ പ്രാവശ്യം ചെറളായിൽ 5ാം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എന്താണ് ഇത്ര നാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് ഈ പ്രാവശ്യം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള കാര്യം? ഞാൻ 6 തവണ 3 തവണ ജനറൽ സീറ്റിലും 3 തവണ റിസർവേഷൻ സീറ്റിലും ജയിച്ച ഒരു വ്യക്തിയാണ്. 2020 ഞാൻ ഓർത്ത് ആരെങ്കിലും ചെറുപ്പക്കാരായ ആൾക്കാർ വരട്ടെ എന്ന് കരുതി ഞാൻ മാറിക്കൊടുക്കുകയും 2020 രഘുറാം പൈ എന്ന് പറഞ്ഞ BJPയുടെ തന്നെ ഒരു പ്രവർത്തകൻ ജയിച്ചു വരികയും ചെയ്തു. എനിക്കുണ്ടായ ഒരു അനുഭവം 2015 ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കൊരു റിബൽ സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ റിബൽ സ്ഥാനാർത്ഥി വന്ന് ഞാൻ മത്സരരംഗത്ത് എനിക്ക് ചിഹ്നവും തന്നു. മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എനിക്ക് റിബലുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടിച്ചു. എനിക്ക് മാനസികമായിട്ടും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെയധികം വിഷമങ്ങളുണ്ടായി ആ സമയത്ത്. പക്ഷേ ജനം എൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ ജനത്തിൻ്റെ ആ സഹകരണങ്ങൾ കൊണ്ട് എനിക്ക് ജയിക്കുവാൻ സാധിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആ റിബൽ സ്ഥാനാർത്ഥിക്ക് ജില്ലാ കമ്മിറ്റിയിൽ എന്തോ ഇവർ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആളുകളെല്ലാവരും തന്നെ വളരെ ക്ഷുഭിതരായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മത്സരിക്കണം, വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ 2020 ശേഷം വേറൊരു കൗൺസിലർ ഇവിടെ വന്നപ്പോഴാവട്ടെ മറ്റുള്ള സമയങ്ങളിലാവട്ടെ എനിക്കൊരു വിലയില്ല. ഞാൻ ആരും അല്ലാത്ത രീതിയിലാണ്. ഞാൻ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു. പക്ഷെ എന്നെ ഒന്നിനും വിളിക്കാറില്ല, പരിഗണിക്കാറില്ല, ഒരു കാര്യവും പറയാറില്ല. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്കെപ്പോഴും ജനത്തിൻ്റെ സഹകരണം ഉള്ളതുകൊണ്ട് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ മുൻപന്തിയിൽ അങ്ങനെ പോയി. എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ ഈയിടെയായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ആരാധനയായ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ വരുന്നുണ്ട്, കോൺഗ്രസ്സിലെ കുറേ ആൾക്കാർ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നെ ക്ഷണിച്ചില്ലല്ലോ, പോകണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ മെമ്പർഷിപ്പ് വാങ്ങുന്ന പ്രവർത്തകരെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയുന്നത്, മാഡത്തിൻ്റെ ആശീർവാദം വേണം, അനുഗ്രഹം വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ഓരോരുത്തരുടെ നമ്പറോ അതോ ഇതോ ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാനും വരാം അവിടെ, ഞാൻ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണാം, അവിടെ ഏതായാലും ഒരു നല്ല സദസ്സ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ഇവിടുത്തെ മട്ടാഞ്ചേരിയിലെ കുറച്ച് പ്രവർത്തകർ, ഇപ്പോൾ സ്ഥാനമാനങ്ങളുള്ള കുറച്ച് പ്രവർത്തകരുണ്ട്. അതിൽ ആ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശിവകുമാർ കമ്മത്ത്, അയാൾക്ക് എന്നെ കണ്ടപ്പോൾ പിടിച്ചില്ല. അയാൾ അപ്പം തന്നെ മൈക്കിൽ വിളിച്ച് പറയാണ്,
മുമ്പിൽ ആരും ഇരിക്കാൻ പാടില്ല, എല്ലാവരും പുറകെ പോകണം. ഇപ്പോഴും ഈ പാർട്ടിയിൽ തന്നെ ചില പ്രവർത്തകർ പറയുമല്ലോ, വയസ്സ് ആയി ഒരുപാട് പ്രാവശ്യം മത്സരിച്ചു എന്നൊക്കെ പറയുന്നു. ഇവിടുത്തെ കേരള സംസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അതേപോലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി, ഇവരൊക്കെ 50 വർഷം നിയമസഭയിൽ MLA ആയിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കേരള സംസ്ഥാനം. അവിടെ MLA ആയിട്ടിരിക്കുന്നതും അവർ ദൗർഭാഗ്യവശാൽ അവർ മരിക്കുന്ന സമയത്ത് അസുഖം ബാധിതയായി മരണപ്പെടുമ്പോൾ വരെയും ഈ 2 പ്രമുഖ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ MLA ആയിരുന്നു. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വരുമ്പോൾ കെ എം മാണിയും അതേപോലെ ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ അസംബ്ലി സീറ്റായിട്ട് അവർക്ക് കരുതി വെച്ചിരിക്കും, അവരെ മാറ്റി. അവിടെ ഒരു തർക്കമില്ല, ഇത്ര വർഷം മത്സരിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് BJPയിൽ ഒരു വാർഡോ ഒരു കൗൺസിലറോ ഒരു 25-30 വർഷം കഴിയുമ്പോൾ അവരെ മുൻനിർത്തി മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ വാർഡ് ഭരിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അവരെ മുൻനിർത്തിക്കൊണ്ടോ എന്താണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്താത്തത്? അല്ല, ഇവരെ സംബന്ധിച്ച് ഈ ചെർളയിലെ BJP നേതൃത്വത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് എന്നോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം നിങ്ങളോട് കാണിച്ചോ എന്ന് ചോദിക്കും ആൾക്കാർ. ഞാൻ അതിലൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇവിടെ നല്ല ജനത്തിൻ്റെ അംഗീകാരമുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരു ദിവസം എന്നെ കാണാൻ വരാറുണ്ട്. രാവിലെ മുതൽ ആൾക്കാർ വരും, ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം എന്നോട് എപ്പോഴും പറയും, മത്സരിക്കണം, ജയിക്കണം, മത്സരിക്കണം, ഞങ്ങൾ കൂടെയുണ്ട്. അതാണ് ഈ ഒരു സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വന്ന ആ സമയത്ത് എന്നോട് കാണിച്ച ആ അവഗണന പത്രത്തിൽ വരികയും അതിനെ ചൊല്ലി ആളുകളൊക്കെ ക്ഷുഭിതരായി എന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മത്സരരംഗത്തുള്ളത്. വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിബലിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെല്ലാവരും തന്നെയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അവരുടെ പേരിൽ ഒരു ആക്ഷൻ എടുക്കുക ഒന്നുമില്ല. സംസ്ഥാന അധ്യക്ഷന്മാർ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അങ്ങ് മാറുകയും പുതിയ അധ്യക്ഷന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ജില്ലാ പ്രസിഡന്റ് വരുമ്പോൾ ഈ പഴയ റിബലായിട്ട് പ്രവർത്തിച്ചവരൊക്കെ പുതിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ടോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. ആ സ്ഥാനമാനങ്ങളൊക്കെ ഇപ്പോഴല്ല, 2020 ശേഷം അവരുടെ കാഴ്ചപ്പാടും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഞാൻ അതിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ റിബലായിട്ട് നിന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാർ, റിബലിന് വേണ്ടിയിട്ട് നിന്ന്, അതായത് ഡെമ്മി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എത്രയോ പേര് സ്ഥാനമാനങ്ങളുള്ള സ്ഥാനത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് കൊടുക്കട്ടെ, എനിക്ക് തന്നില്ലേ എനിക്ക് വിഷമമില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതൊന്നും ഇല്ലാണ്ട് റിബലിൻ്റെ ആൾക്കാരെ മാത്രം എന്തുകൊണ്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഞാൻ പാർട്ടിയോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ തന്നെ എറണാകുളം കോർപ്പറേഷനിൽ ആദ്യമായി കൗൺസിലറായ ഒരു വനിതയാണ്. ഇപ്പോഴും പല പാർട്ടിക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്, മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ എറണാകുളത്ത് തന്നെ ഭൂരിഭാഗം ഈ പ്രവർത്തകരും ജനങ്ങളും വന്ന് വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് മറ്റ് രാഷ്ട്രീയ അധികാരമോഹമുണ്ടെങ്കിൽ ഇടതുപക്ഷത്തോട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലും ഒക്കെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ മത്സരരംഗത്ത് വന്നാണ് കൗൺസിലർ ആകാൻ അവർ തീരുമാനിക്കുന്നത്. പക്ഷേ അത്തരം രാഷ്ട്രീയം വിട്ട് ആശയം, നരേന്ദ്രമോദിയുടെ ആശയം അല്ലെങ്കിൽ BJPയുടെ ആശയം ഒരു അണുവിട പോലും മാറ്റാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എറണാകുളത്ത് ഈ കോർപ്പറേഷനിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്ന് തന്നെ ഉറച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രിയ വനിത നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എന്തായാലും മത്സരം രംഗത്ത് വരുന്നത് എന്തായാലും പാർട്ടിക്ക് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് പാർട്ടി നേതാക്കന്മാരും അതിൻ്റെ പ്രമുഖ ഭാരവാഹികളും ഒക്കെ തീരുമാനിക്കട്ടെങ്കിലും കേരളത്തിൽ തന്നെ ആദ്യത്തെ പേരുകേട്ട ഒരു വനിതയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കൗൺസിലായിട്ട് എല്ലാ കേരളത്തിലെ മുതിർന്ന പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന ഒരു വനിതയാണ്. 32 വർഷം ഒരു ജനപ്രതിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുതിർന്ന BJP പ്രവർത്തകരും BJPയുടെ ഇത്തരം ചുമതലകളിലെത്തുന്നവർ അവരെ മുൻനിർത്തി മുഖ്യമന്ത്രിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവരെ നേരിടുന്നത്. പക്ഷേ കേരളത്തിൽ അത്തരം മുതിർന്ന കുറച്ച് വർഷം കഴിഞ്ഞാൽ അവർക്ക് പ്രായമായി അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും കോർപ്പറേഷനിലും എറണാകുളം കോർപ്പറേഷനിലും ഇത്തരത്തിൽ ഒരു വനിതയെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിന് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.